ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മളിത് നമ്മുടെ കിച്ചണിലാണുള്ളത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഐറ്റമാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. വിഭവം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്, അത് കഴിഞ്ഞ് നമുക്ക് തിരികെ വരാം. ഓക്കെ, അപ്പോൾ അതെ, ഇവനാണ് ഇന്നത്തെ താരം. ഒന്നാം തരം നാടൻ കോഴിയാണ്, അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നാടൻ കോഴി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ തൊലിയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ അതാണ് ടേസ്റ്റ്. തൊലി നമ്മളിപ്പോൾ പുറത്ത് കട്ട് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് തരാം. അപ്പോൾ ഞാൻ തന്നെ ഇത് ശരിയാക്കി എടുത്തതാണ്. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വെള്ളം ചൂടാക്കിയിട്ട് അതിൽ മുക്കി വെച്ചാൽ മതി. കുറച്ച് നേരം മുക്കി വയ്ക്കുമ്പോൾ വളരെ എളുപ്പം നമുക്കിതിൻ്റെ തൂവലൊക്കെ കളയാൻ പറ്റും. പിന്നെ ചെറിയ കുറ്റിരോമങ്ങളുണ്ടാവും. ആ കുറ്റിരോമങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൗവില്ലേ, ഗ്യാസ് സ്റ്റൗവിൽ തീ ചേർന്ന് ജസ്റ്റ് കാണിച്ചിട്ട് തട്ടിക്കളഞ്ഞെല്ലാം പോവും. ഇത് നല്ല ക്ലീൻ ആയിട്ടുണ്ടത്. അപ്പോൾ ഇത് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെരട്ടാണ്, അതായത് നാടൻ കോഴി പെരട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ്. ഞങ്ങളിന്ന് വൈകുന്നേരം വീട്ടിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതെനിക്ക് ഒരു 3 കിലോളം ഉണ്ടാവും. വലിയ കോഴിയാണ്. സോ ഇത് ക്ലീൻ ചെയ്യട്ടെ. അങ്ങനെ വെള്ളം ഒഴിച്ചിടാം. എൻ്റെ ചെറിയ മോനാണ് എന്നെ വെള്ളം ഒഴിച്ച് സഹായിക്കണത്. സോ ഇതിൽ ചെറിയ രോമങ്ങളൊന്നും തന്നെ ഇല്ല. എൻ്റെ സ്കിന്നൊക്കെ വളരെ വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇതിന് വെട്ടി എടുത്തതിന് ശേഷം വൈകുന്നേരം നമുക്ക് കിച്ചണിൽ കാണാം. ഓക്കെ, അപ്പോൾ ഐറ്റം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. വളരെ ടേസ്റ്റിയാണ്. നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ പെരട്ടും ചേർത്ത് കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. തിരുവനന്തപുരത്ത് നമുക്കറിയാം ഈ ചിക്കൻ പെരട്ടിൻ്റെ ആ ഒരു പ്രശസ്തി കൊണ്ട് മാത്രം ഫേമസ് ആയ സ്ഥലങ്ങൾ തന്നെയുണ്ട്. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഐറ്റം. അതിൽ ഒരു റെസിപ്പി തന്നെയാണ് നമ്മളും ഇന്ന് ഫോളോ ചെയ്യുന്നത്. ഏതാണ്ട് അതുപോലെ റെസിപ്പിയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. കണ്ടതിന് ശേഷം എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ചിക്കനെ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ അതിൻ്റെ സ്കിൻ ഉൾപ്പെടെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്കിൻ ഉൾപ്പെടെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ നെയ്യൊക്കെ ഊറി ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ കിട്ടും. എപ്പോഴും നാടൻ കോഴി, ഞാൻ നേരത്തെ പറഞ്ഞു, സ്കിന്നോട് തന്നെ ഉപയോഗിക്കുക. ഞാൻ 2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്ത കോഴി ഭയങ്കര വലുതായിരുന്നു, ഒരു 3 കിലോയിലധികം ഉണ്ടായി. അതിൽ ഞാൻ 2 കിലോ ചിക്കൻ മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ വിഭവങ്ങൾ മാത്രമേ കൊണ്ടുവച്ചിട്ടുള്ളൂ. നോക്കൂ, വെറും 4 ഐറ്റംസാണ് മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ വെക്കുക. അതിൽ ഒന്നാമത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ എടുക്കുമ്പോൾ കുറച്ചൊന്ന് തരിയായിട്ട് പൊടിച്ചെടുക്കുക. എപ്പോഴും എന്താ പറയുക, പെരട്ടുണ്ടാക്കുമ്പോൾ അത്രയും പൗഡർ ആക്കാതെ കുറച്ചൊന്ന് തരിയായിട്ട് പൊടിച്ചെടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ പിന്നെ എടുക്കും. ഇപ്പോൾ തൽക്കാലം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. കുറച്ച് തരിയും കൂടി ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഈ മസാല ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. സോ ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് ചിക്കൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഞാൻ ബാക്കി സാധനങ്ങളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ മതി. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന സാധനമാണ്. ഇതാ കണ്ടോ, ഒരു ലീഫ്. ഇത് ശരിക്കും രംഭയില എന്ന് പറയുന്നൊരു ലീഫാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടുന്ന ലീഫാണ്. മിക്കവാറും എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഇതുണ്ടാവും. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ പെരട്ടിന്. ഇതില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുക, പറ്റിയാൽ എടുക്കുക. രംഭയില അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ കാണിക്കാൻ കൊണ്ട് വെച്ചതാണിത്. അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് രംഭയില, ഒരു ഇലയോളം മതിയാവും. പിന്നെ ഇത് കുറച്ച് പുതിന. ഈ പുതിനയും അതെ എൻ്റെ വീട്ടിലുണ്ടായ പുതിനയാണ്, അതിൻ്റെ അഹങ്കാരമാണ്. പുതിനയും ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്.
ദെൻ കറിവേപ്പില. ഈ 3 തരം ഇലകളാണ് നമ്മളിതിൽ മെയിനായിട്ട് ചേർക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അല്ലെങ്കിൽ സവാളയോ ഒന്നും ഇതിൽ ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല. ഒരു പ്രത്യേക തരം ചിക്കൻ പെരട്ടാണിത്. ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇതിന്. ഈ ഇലകളുടെ ഒരു പ്രത്യേക മണം ഉണ്ടാവും അതിന്. പിന്നെ കൂടാതെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കും, മല്ലിപ്പൊടി ചേർക്കും, ഗരം മസാല ചേർക്കും, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്ര ഐറ്റംസ് മാത്രം കൊണ്ടാണ് നമ്മൾ ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാന് അടുപ്പത്തിൽ വെച്ചിട്ട് ഇതിലൊരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം, കാരണം ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചിക്കൻ പൊറോട്ടയൊക്കെ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ശരിക്കും നമ്മൾ വെളിച്ചെണ്ണ ചേർക്കേണ്ടി വരും. ഒരു 5 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വരും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനെടുത്ത രമ്പ ഇല, കറിവേപ്പില, പിന്നെ പുതിന ഇല, 3 ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യണം. വീണ്ടും നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. സോ മുളക് പൊടി ഇടുമ്പോഴത്തേക്ക് ഫ്ലെയിം പരമാവധി കുറച്ച് വെക്കുക. ചെറിയ ചൂടിനൊന്ന് മൂപ്പിക്കാം. മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിക്കാം. ഞാൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളുടെ ചിക്കൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടും എടുക്കാം. അതിൽ നമ്മൾ തൽക്കാലം വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അതിൽ നിന്ന് വന്ന് തന്നെ വെന്തോളും. പക്ഷേ ബ്രോയിലറിലുള്ള അത്രയും ചിക്കൻ, അത്രയും വെള്ളം നാടൻ കോഴിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് ആവിയിലിരുന്ന് വേവുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നാടൻ കോഴിയാണ്. നമുക്കറിയാം നാടൻ കോഴി അത്യാവശ്യം നല്ല വേവുള്ള സാധനമാണ്. കുറേ സമയം എടുക്കും വെന്ത് കിട്ടാൻ. ബ്രോയിലറിനെ പോലെ 10-15 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടില്ല. മിനിമം ഒരു 30 മിനിറ്റെങ്കിലും വേവിച്ചാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. സോ അപ്പോഴും വെന്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടി വേവിക്കേണ്ടി വരും. പക്ഷേ ഒരു 30 മിനിറ്റ് മിനിമം നമ്മൾ വേവിച്ചെടുക്കണം. സോ അതിന് ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. കാരണം നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇൻ കേസ് ഇടയ്ക്ക് വെള്ളം വേണമെന്ന് തോന്നിയാൽ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. സോ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കാണാം. സോ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 10 മിനിറ്റോളം വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. കണ്ടോ, ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ കാണാം. ഒരു 15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അടുത്ത അവസ്ഥ കാണാം. ഓക്കെ. പക്ഷെ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 15 മിനിറ്റും കൂടെ വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോഴും വെള്ളം നിറച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്. സോ ഇനിയും വേകാനുണ്ട്. മൊത്തം 25 മിനിറ്റ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടെ വേവിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഞാൻ അതിന് വേണ്ടി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഒരു 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. നിങ്ങൾ എരിവ് നോക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൽ 4 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്തപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടു, അല്ല 2 ഇട്ടിട്ടുണ്ട്. എരിവ് കൂടുതലാണ് എന്നുള്ളവർ എന്താ പറയുക, ഈ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാൽ മതി. ഞാനിതിലിപ്പോൾ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല. ഗരം മസാല നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. ഇത്രയും ആഡ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ
നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട്. അതിനുശേഷം നമ്മളിതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെൻ്റെ അമ്മയുടെ കുക്കിങ്ങിലൊരു സ്പെഷ്യൽ ചേരുവയാണ് കേട്ടോ. ഇത് പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ. നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എന്താ പറയുക, വെള്ളം എല്ലാം ഒന്ന് വെറ്റി വരുന്നത് വരെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. വളരെ നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് നല്ല കളറായിട്ട് ഇരിപ്പുണ്ട്. കണ്ടാൽ തന്നെ അറിയാം എന്ത് ടേസ്റ്റി ആയിരിക്കും ഇതൊന്നും. സോ ഇപ്പോൾ നമുക്കിത് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. സോ ഇനി ഇതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ പെരട്ട് വളരെ കൂളായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പൊറോട്ടയാണുള്ളത്. പൊറോട്ട ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ചിക്കൻ എനിക്ക് കിട്ടിയ ചിക്കൻ കുറച്ച് മുറ്റിയതാണ്, കുറച്ച് മൂത്ത ചിക്കനാണ്. കുറേ സമയം എടുത്തു ഇത് വെന്ത് കിട്ടാൻ. സോ നിങ്ങളത് നോക്കിയിട്ട്, ചിക്കൻ്റെ മിനിമം 30 മിനിറ്റ് എന്തായാലും വേവണം, നാടൻ ചിക്കൻ ആയതുകൊണ്ട്. അല്ലെങ്കിൽ കുക്കറിൽ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ നോക്കിയിട്ട് വേവുന്നവരെ വേവിക്കേണ്ടി വരും കേട്ടോ. കഴിച്ചു നോക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ നോക്കി. ഒരു മിനിറ്റ് കഴിക്കട്ടെ. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ സ്വാദിഷ്ടമായ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. ഓക്കെ.